നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 മെയ് മാസം 20-ാം തീയതി ബുധനാഴ്ച, അതായത് 1701 ഇടവ മാസം 6-ാം തീയതി. നാളെ ബുധനാഴ്ച അഥവാ സൗമ്യവാരം എന്ന് പറയും. ചന്ദ്രൻ്റെ പുത്രനാകുന്നു സൗമ്യൻ, സോമസ്യ അപത്യമുമാൻ സൗമ്യ. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:06, അസ്തമയം വൈകിട്ട് 6:37. നാളത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ബുധനാഴ്ച രാഹുകാലം ആരംഭിക്കുന്നത് 12 മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു. നാളത്തെ തിഥി ചതുർത്ഥി തിഥിയാണ്. വളരെ ദുർബലമായ തിഥിയാണ് ചതുർത്ഥി തിഥി. നാളെ ഉച്ചയ്ക്ക് 12:30 വരെ ചതുർത്ഥി തിഥിയാണ്. അപ്രകാരം വളരെ മോശപ്പെട്ട വിഷ്ടികരണവുമാണ്. വിഷ്ടികാലം കൃതം കാര്യം വിനാശം ഉപഗച്ഛതി. വിഷ്ടികാലത്ത് എന്ത് ചെയ്താലും അത് നാശത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ നാളെ 12:30 വരെ ദുർബലമായ ചതുർത്ഥി തിഥിയാണ്. അപ്രകാരം തന്നെ വിഷ്ടികരണമാണ്. അതിനാൽ കാലത്ത് രാഹുകാലം 12 മണി മുതൽ 1:30 വരെയാണ്. അതിനാൽ നാളെ 1:30 വരെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശുഭകാര്യത്തിനും സമയം ഞാൻ നൽകില്ല. നാളത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നല്ല നക്ഷത്രമാണ്. ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ്. പുണർദം ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ്. പുനർവസു എന്നാണ് പറയുക. പുനർവസു എന്നാണ് സംസ്കൃത ജ്യോതിഷ നാമധേയം. പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക മിഥുനൻ രാശിയും അവസാനത്തെ 15 നാഴിക കർക്കിടകം രാശിയുമാകുന്നു. നാളെ മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം 1:45 മുതൽ 3 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും സമയം കണ്ടെത്താം. സാധാരണ ബുധനാഴ്ച നാൽക്കാലികളും ഗർഭിണികളും സഞ്ചരിക്കാറില്ല. സ്ത്രീകളും സഞ്ചരിക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. പക്ഷേ പ്രത്യേകിച്ച് ഗർഭിണികളും നാൽക്കാലികളും. നാളെ പുണർദം നക്ഷത്രമാണ്, ബുധനാഴ്ചയാണ്. അതിനാൽ ശ്രീരാമസ്വാമിയുടെ പ്രാർത്ഥന തന്നെയാകട്ടെ നാളെ നിങ്ങൾക്ക് ഏറ്റവും അധികം അഭികാമ്യമായി സ്വീകരിക്കാവുന്ന മന്ത്രങ്ങൾ. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോകാം. അവിടെ തുളസിമാല പാൽപ്പായസം വഴിപാടായി ചെയ്യാം. അവിടെ ഹനുമാൻ സ്വാമി ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് നിങ്ങൾക്ക് അവിൽ നിവേദ്യവും വഴിപാടായി ചെയ്യാവുന്നതാണ്. നാളത്തെ ദിനം ശ്രീരാമസ്വാമിയുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളാൽ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ മുഖരിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.